കേന്ദ്ര മന്ത്രിസഭ പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ നിലവിലുള്ള നിയമം പരിഷ്കരിക്കുന്നതിനുള്ള പുതിയ ബില്ലിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് ഈ കടുത്ത തീരുമാനമെടുത്തത്. സംഘടിതമായി പരീക്ഷാ ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് നിയമപരമായ 10 വർഷം വരെ കഠിന തടവ് ലഭിക്കും. 10 കോടി രൂപ വരെ പിഴ. നിലവിലുള്ള പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 1 കോടി രൂപ പിഴ എന്നത് പുതിയ ഭേദഗതിയിലൂടെ 10 കോടി രൂപയായി ഉയർത്താൻ വ്യവസ്ഥ ചെയ്യുന്നു. തട്ടിപ്പിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള കർശന വ്യവസ്ഥകൾ തുടരും. പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. കേസുകളുടെ അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കി 3 മാസത്തിനകം വിധി പ്രസ്താവിക്കണമെന്ന് ഈ കോടതികൾക്ക് കർശന നിർദ്ദേശം നൽകും. അടുത്ത ആഴ്ച ആരംഭിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ പുതിയ ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ നിയമത്തിലെ കടുത്ത ശിക്ഷാ നടപടികൾ തട്ടിപ്പ് നടത്തുന്ന മാഫിയകൾക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമായിരിക്കും. നിയമപരമായ നിരപരാധികളായ ഉദ്യോഗാർത്ഥികളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം പൂർണ്ണമായും സുതാര്യമാക്കാൻ ഈ നിയമപരിഷ്കരണത്തിലൂടെ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്.